സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാമ എ സി പിയോട് പറയണേ, എ സി പി സാർ, ഇനിയും എൻ്റെ മോൾക്ക് നേരെ ആ കൊലപാതകയുടെ ഇനി ഒരു ശ്രമവും കൂടി ഉണ്ടാകാൻ പാടില്ല. അതിനു മുമ്പ് തന്നെ അയാൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. എൻ്റെ മോൾക്കും അവളുടെ ഭർത്താവിനും സമാധാനത്തോടെ ജീവിക്കണം. അന്നേരം എ സി പി പറയുന്നുണ്ട്, മാഡം ഒന്നുകൊണ്ട് ടെൻഷനാവേണ്ട, ഞങ്ങൾ അയാളുടെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അയാൾ എനിക്ക് കണ്ടെത്താൻ പറ്റും. അയാളെ കണ്ടെത്തി മാഡത്തിൻ്റെ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ അധികം താമസിയാതെ തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തും. അന്നേരം ക്ഷമ പറയണേ, ഇപ്പം തന്നെ എൻ്റെ കൺമുമ്പിൽ വെച്ചാൽ എൻ്റെ മോൾക്ക് നേരെ അവൻ നിറയൊഴിക്കാൻ തുടങ്ങിയത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമുള്ളത് എന്നും പറഞ്ഞ് ക്ഷമ സങ്കടപ്പെടുവാണ്. അന്നേരം ഡോക്ടർ ക്ഷമ ആശ്വസിപ്പിക്കുന്നുണ്ട്, ക്ഷമ റിലാക്സ് ആയിരിക്കും. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയത്ത് ആയിക്കോട്ടെ നഴ്സിനോട് രാധിക ഫിദ മാഡത്തൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അന്നേരം നഴ്സ് പറയണേ, ദേ അവിടെയുണ്ട്, കുട്ടി പോയി കണ്ടോളൂ. അങ്ങനെ ശ്യാമ കിടക്കുന്ന ആ റൂമിലേക്ക് പതിയെ നടന്നു വരുവാണ്ടോ രാധിക. ഈ സമയം റൂമിൻ്റെ അകത്ത് നിൽക്കുന്ന അമൃത അങ്ങോട്ടേക്ക് നടന്നു വരുന്ന രാധികനെ കാണുവാണ്. രാധിക വാതിലിൻ്റെ അവിടെ നിന്ന് നോക്കിയ ശ്യാമയെ കാണുമല്ലോ എന്ന് വിചാരിച്ച് അത് തടയാനായിട്ട് രാധികയുടെ കാഴ്ച മറക്കുന്ന രീതിയിൽ ശ്യാമയെ മറച്ചുകൊണ്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്ടോ അമൃത. ഈ സമയം ശ്യാമയാണെങ്കിൽ കൈവച്ച് പതിയെ മുഖം മറച്ചോണ്ടിരിക്കുന്നുണ്ടാവും. രണ്ടുപേരും പരിഭ്രമത്തോടുകൂടെ ടെൻഷനിൽ നിൽക്കുവാണ്ടോ. ഈ സമയം രാധികയാണെങ്കിൽ നടന്ന് ആ വാതിലിൻ്റെ അടവരെ എത്തുവാണ്ടോ. അങ്ങനെ അകത്തേക്ക് നോക്കുന്നതും അമൃത മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ശ്യാമയെ രാധികയ്ക്ക് കാണാൻ പറ്റുന്നില്ല. ഈ സമയം ഡോക്ടർ രാധികയോട് പറയണേ, കുട്ടി ഇവിടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുവാണ്, അത് കഴിയുമ്പോൾ കുട്ടിക്കകത്തേക്ക് വരാം, തൽക്കാലം ഒന്ന് പുറത്ത് നിൽക്കൂ. അങ്ങനെ രാധിക തിരിച്ച് പുറത്തേക്ക് തന്നെ പോകുവാണ്. ഈ സമയം ശ്യാമ ഡോക്ടറിനോട് നന്ദി പറയണേ, ഡോക്ടർ ഒരുപാട് നന്ദിയുണ്ട്, ഇങ്ങനൊരു ആൾമാറാട്ടത്തിനും നിങ്ങളെപ്പോലല്ലേ അവർ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. എൻ്റെ മോളെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ ഈ ഒരു വേഷം കെട്ടിൽ വേണ്ടി വന്നേ പറ്റുള്ളൂ. അത്രയ്ക്കും ഗതികെട്ടൊരു അമ്മയായിപ്പോയി ഞാൻ. അങ്ങനെ പറഞ്ഞ് ശ്യാമ ആകെ സങ്കടത്തോടെ ഇരിക്കുവാണ്. ഇതേ സമയം വരണാണെങ്കിൽ അവിടെ റിസപ്ഷനിൽ ചെന്നിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുവാണ്. അതെ, ശ്യാമ മാഡത്തിൻ്റെ OP എടുത്തില്ലായിരുന്നോ? അപ്പോൾ നമ്പർ വന്നപ്പോഴേ ആ തന്ന നമ്പർ തെറ്റാണോ എന്നൊരു സംശയം. ഒന്നാമത് ശ്യാമ മാഡത്തിൻ്റെ അവസ്ഥയൊക്കെ കണ്ട് അമൃത മാഡം ആകെ അസ്വസ്ഥതയിലായിരുന്നു. ടെൻഷനിൽ നമ്പർ തെറ്റിപ്പോയെന്ന് തോന്നുന്നു, അതൊന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. ശ്യാമ മാഡം 46 വയസ്സ് അല്ലേ? ആ അതെ. ഫോൺ നമ്പർ ഒന്ന് പറയുമോ? ആ ഇപ്പോൾ പറയാം. അങ്ങനെ പറഞ്ഞ് ആ നമ്പർ വായിക്കുവാണ്. എന്താ നമ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല കറക്റ്റാണ്, ഞാനതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് വരണം അവിടെ നിന്ന് മാറി സന്തോഷത്തോടെ ഫോണിലുള്ള ആ നമ്പർ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് ക്ഷമയെ റൂമിലേക്ക് മാറ്റുവാണ് കേട്ടോ. അങ്ങനെ ക്ഷമ ഫിദയുടെ വേഷത്തിൽ അവിടെ കിടക്കുവാണ്. ഈ സമയം രാധിക ക്ഷമയെ കാണാനായിട്ട് ഓടിയെത്തുക. രാധികയാണെങ്കിൽ ക്ഷമയുടെ മുമ്പിൽ വന്ന് നിന്ന് സങ്കടത്തോടെ കരയുവാണ്. അന്നേരം ക്ഷമ ചോദിക്കണേ, മോളെ എന്തിനാ ഇങ്ങനെ കരയുന്നത്? മാഡം എന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ മാഡം ഇത്ര വേദനയൊക്കെ സഹിച്ചത്? അന്നേരം രാധികയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ക്ഷമ പറയണേ, അതിന് എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, കയ്യിൽ ചെറിയൊരു മുറിവ് മാത്രമല്ലേ ഉള്ളൂ, വലിയ വേദനയൊന്നുമില്ല, മോളോട് ഇരിക്കും. ഈ സമയം രാധിക സങ്കടത്തോടെ പറയണേ, എൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി മാഡം സ്വന്തം ജീവൻ ഒരു വില പോലും കൽപ്പിക്കാതെ എന്നും പറഞ്ഞ് സങ്കടപ്പെടുവാണ്. അന്നേരം ക്ഷമ ചോദിക്കണേ, എൻ്റെ ജീവിതത്തിന് എന്താ വില? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതം കൊണ്ട് ഞാൻ എന്ത് നേടാനാ? ഇത്ര നാളും എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ പോയി, ഇനിയുള്ള നാളെങ്കിലും എനിക്കതെല്ലാം ചെയ്യണ്ടേ? അന്നേരം രാധികയ്ക്കൊന്നും മനസ്സിലാവാതെ രാധിക ചോദിക്കണേ, മാഡം എന്താ പറഞ്ഞത്? ഒന്നുമില്ല. ഈ സമയം രാധിക പറയുന്നുണ്ട്, എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ ഞാൻ മാഡത്തിൻ്റെ കൂടെ തന്നെ വന്ന് നിന്നോളാം, മാഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. അയ്യേ, നീ എന്തായി പറയുന്നത്? അതിന് മാത്രം എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഈ കണക്കിന് എൻ്റെ നെഞ്ചിലെങ്ങാനുമാണ് ആ വെടികൊണ്ടിരുന്നതെങ്കിലോ? അത് കേൾക്കുന്നതും രാധിക വീണ്ടും നിന്ന് കരയുവാണ്. അന്നേരം ഷ്യാം ആശ്വസിപ്പിക്കണേ, അയ്യേ എന്തായി കാണിക്കുന്നത്? മോളെന്തിനെ ഇങ്ങനെ കരയുന്നത്? ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞാനെപ്പോഴും എൻ്റെ കണ്ണനോട് പ്രാർത്ഥിക്കുന്നതല്ലേ, ഇത് കണ്ണൻ്റെ ചെറിയൊരു നോട്ടക്കുറവ്, അത്രേ ഉള്ളൂ. അന്നേരം ക്ഷമ രാധികയോട് പറയണേ, ഒരമ്മയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്നറിയോ? തൻ്റെ മകളുടെ ചിരി എപ്പോഴും കാണുന്നത്. അതുപോലെ തനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അസ്വസ്ഥത വന്നാൽ ഇതുപോലെ ഓടി വന്ന് അരികിരിക്കുന്ന മകളും. അല്ല, വരനോടെ? അന്നേരം രാധിക പറയണേ, വരൻ പുറത്തിരിപ്പുണ്ട്. എന്നാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും നല്ലപോലെ സൂക്ഷിക്കണം, ശത്രു നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. അതാരാണെന്ന് തിരിച്ചറിയാനും പറ്റിയിട്ടില്ല. ACP വാക്ക് തന്നിട്ടുണ്ട്, ഉടനെ തന്നെ പ്രതിയെ കണ്ടുപിടിക്കുമെന്ന്. അതുവരെ നിങ്ങൾ രണ്ടാളും പ്രത്യേക കരുതലോടുകൂടി വേണം നടക്കാൻ. തൊട്ടടുത്തുള്ളവരെ പോലും വിശ്വസിക്കാൻ പാടില്ല, മനസ്സിലായല്ലോ? അങ്ങനെ പറഞ്ഞ് ക്ഷമയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്ട് രാധിക. പിന്നീട് കാണിക്കുന്നത് ഡോക്ടറോട് സംസാരിക്കുന്ന അമൃതനെയാണ്. അമൃത ചോദിക്കുവാണ്, ക്ഷമയുടെ ഡിസ്ചാർജിനെ പറ്റി ഡോക്ടർ എന്താ പറയുന്നത്? അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, ഈ ഒരവസ്ഥയിൽ പെട്ടെന്നൊരു ഡിസ്ചാർജിന് ഞാൻ സമ്മതിക്കാത്തതാണ്. പിന്നെ ACP സാറ് ക്ഷമ മാഡത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ
ഇവിടുന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാലും നിങ്ങൾ മാഡത്തെ നല്ലപോലെ കെയർ ചെയ്യുകയും മരുന്നുകളെല്ലാം കൃത്യസമയത്ത് കൊടുക്കുകയാണെങ്കിൽ മറ്റു പ്രശ്നമൊന്നുമില്ല. ഡിസ്ചാർജ് ചെയ്ത് തന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടുന്ന് നേഴ്സ് വന്ന് മാഡത്തിൻ്റെ മുറിവുകൾ ഡ്രസ്സ് ചെയ്യുകയും മറ്റാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തോളാം. മരുന്നെല്ലാം കൃത്യസമയത്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്ത് തരാം. ശരി ഡോക്ടർ, ഒത്തിരി നന്ദിയുണ്ട്. അങ്ങനെ പറഞ്ഞ് അമൃത നേരെ രാധികയുടെ മരണത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. ഈ സമയം അവർ പുറത്ത് ബെഞ്ചിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ അമൃത അങ്ങോട്ടേക്ക് ചെന്നിട്ട് രാധികയോട് പറയണേ, ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അന്നേരം രാധിക ചോദിക്കണേ, അല്ല മാഡം ഇത്ര പെട്ടെന്നോ? അതേ മോളെ, വലിയ മുറിവൊന്നുമില്ലല്ലോ, അത് കാരണം ബാക്കി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടാളും കൂടി നിറയ്ക്കോ, ഫിദയെ ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്യുമല്ലോ. അന്നേരം രാധിക പറഞ്ഞേ, അത് വേണ്ട, ഡിസ്ചാർജ് ചെയ്ത് മാഡത്തിൻ്റെ ഒപ്പം ഞങ്ങളും കൂടി വീട്ടിലേക്ക് വരാം. അവിടെ ചെന്ന് മാഡം നോക്കിയതിന് ശേഷം ഞങ്ങൾ പൊക്കോളാം. എന്താ വരും, അങ്ങനെ പോരെ? പിന്നല്ലാതെ അങ്ങനെ മതി. എന്നാൽ ശരി, ഞാൻ ഫിദയുടെ അരികിലേക്കൊന്ന് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് അമൃത അവിടെ നിന്നും പോകുവാണ്. ഈ സമയം രാധിക വരനോട് പറയണേ, ഫിദ മാഡം ഒരിക്കും നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞത്. അന്നേരം വരൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഡോക്ടർ കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ടാണല്ലോ ഡിസ്ചാർജിന് സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ടെൻഷനാക്കിയൊന്നും വേണ്ട. പിന്നെ രാധികെ, നമ്മളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും മുത്തശ്ശിയോടും അമ്മയോടും ഒന്നും നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട. ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ അവരാകെ പേടിക്കും. ഫിദ മാഡത്തിന് ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കത് ടെൻഷനാകും. മാത്രമല്ല അറ്റാക്ക് നടന്നത് നമ്മുടെ നേർക്കായിരുന്നു എന്ന് അറിഞ്ഞുകൂടി കഴിഞ്ഞാൽ പിന്നൊന്നും പറയണ്ട, അവരുടെ കൂടി സമാധാനം നഷ്ടപ്പെടും. വെറുതെ എന്തിനാത്? അന്നേരം രാധിക പറയണേ, അത് ശരിയാ, അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ആവശ്യത്തിലധികം അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു കാര്യവും കൂടി അറിഞ്ഞ് ഞാൻ എല്ലാവരും മനസ്സമാധാനം കളയണ്ടല്ലോ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. അവിടെ മുത്തശ്ശിയാണെങ്കിൽ ഭക്ഷണം ഇറക്കാൻ പോലും പറ്റാതെ പാടുപെടുക. ഈ ഭക്ഷണം പോലും മനുഷ്യന് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത്ര നേരം വയറ്റിനകത്തൊരു എരിച്ചിലായിരുന്നു, ഇപ്പോൾ അത് കയറി കയറി നെഞ്ചിലേക്ക് എത്തിയിരിക്കുവാണ്. അന്നേരം പ്രിയങ്ക പറയണേ, മുത്തശ്ശിയുടെ കയ്യിൽ എന്ത് കാര്യത്തിനും പ്രതിവിധി ഉള്ളതല്ലേ, ഇക്കാര്യത്തിനും എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടുപിടിച്ചൂടെ? ദേ, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് കേട്ടോ. ഈ ഒരു അവസ്ഥയിലെങ്കിലും എന്നോട് അല്പം മനസാക്ഷിയോടെ നിനക്ക് പെരുമാറിക്കൂടെ? ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ടവളെ പറയുന്നത് കേട്ടില്ലേ എന്നും പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പ്രിയങ്കയോട് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്തായിരിക്കട്ടോ കൽപ്പനയും ഉർവശിയും വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അത് കണ്ട് കൽപ്പന ചോദിക്കണേ, എന്തുപറ്റി മുത്തശ്ശി എന്തിനാ പ്രിയങ്കയോട് ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെട്ടെന്നോ? ഏയ്, ഞാൻ ഇവിടെ വേദന സഹിക്കാൻ പറ്റാതെ പൊളയുമായിരുന്നു. ഭക്ഷണം കഴിക്കാനെടുത്തിട്ട് അതുപോലും ഇറങ്ങുന്നില്ല. അന്നേരം കൽപ്പന പറഞ്ഞേ, ഞങ്ങളുടെ അവസ്ഥ അത് തന്നെയാണ്. കുറച്ചും ഭക്ഷണം കഴിക്കാനെടുത്തു, ഇറങ്ങുന്നില്ലായിരുന്നു. എന്നിട്ട് അവിടെ മതിയാക്കി വെച്ചിട്ട് ഞങ്ങളിങ്ങ് പോന്നു. ഈ സമയം ഉർവശി പറയണേ, കൽപ്പന കഴിക്കാത്തത് കാരണം ഞാനും കഴിച്ചില്ല. അത് കേട്ടിട്ട് കൽപ്പന ചോദിക്കണേ, ഓ അത് ശരി, ഞാൻ കഴിക്കാത്ത കൊണ്ടാണല്ലേ, അല്ലാതെ ഭക്ഷണം ഇറങ്ങാഞ്ഞിട്ടല്ല. ഈ സമയം സുകുമാരി പറയുന്നുണ്ട്, എന്നാലും വരുണിനെ രാധയേക്കാളും പ്രശ്നം ഇപ്പോൾ ആ ജയഭാരതിനെ കൊണ്ടാണല്ലോ. അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ സമയം കൽപ്പന അങ്ങ് എരിപിരി കയറ്റുവാണ്. അത് സത്യം സുകുമാരി അമ്മ, ഇവിടെ മുത്തശ്ശി ഉള്ളതുകൊണ്ടാണ് നമ്മൾ നടത്തുന്ന ഒരു പ്ലാനും നടക്കാത്തത്. എല്ലാത്തിനും തടസ്സം അമ്മ തന്നെയാണ്. അതുകൊണ്ട് ആദ്യം മുത്തശ്ശി എങ്ങനെയെങ്കിലും വീഴ്ത്തണം, അല്ലാതെ നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അന്നേരം സുകുമാരി പറയുന്നുണ്ട്, ഇനി അടുത്തതായിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആ ജയഭാരതിക്കിട്ടുള്ള പണി തന്നെയായിരിക്കും. ഈ സുകുമാരിനെ ഇത്രയും ദ്രോഹിച്ചതിന് അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങളെന്തിനും എൻ്റെ കൂടെ നിൽക്കില്ലേ? അന്നേരം കൽപ്പന പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാത്തിനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് അതിന് ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച കണ്ട ആ നിമിഷം ഞങ്ങളെ പുറത്തേക്കാക്കാൻ വേണ്ടി നടക്കുവാണ് മുത്തശ്ശി. ഞങ്ങൾക്കാദ്യം ഞങ്ങളുടെ നിലനിൽപ്പല്ലേ നോക്കിയേ പറ്റൂ. പക്ഷേ എന്തിനും ബാക്കിൽ സപ്പോർട്ടായിട്ട് ഞങ്ങളുണ്ടാകും. അതിനി ജയഭാരതി മുത്തശ്ശീനെ കൊല്ലാനാണെങ്കിലും ശരി. അന്നേരം സുകുമാരി പറയണേ, എന്നാൽ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന്. ഈ സുകുമാരിനെയാണ് അവർ ദ്രോഹിച്ചത്, അതിന് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും എന്നും പറഞ്ഞ് കാലിൽ പൂണ്ട് നിൽക്കുവാണ്ടോ സുകുമാരി. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് തിരിച്ചെത്തുന്ന വരുണിനെയും രാധികേനുമാണ്. ഈ സമയം രാധിക പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഫിദ മാഡത്തിൻ്റെ അരികിൽ പോകാനേ തോന്നുന്നുണ്ടായില്ല. ഇന്നവിടെ ഫിദ മാഡത്തിൻ്റെ ഒപ്പം നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നേരം വരുൺ പറയണേ, എടോ താനിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് താൻ അവിടെ നിന്നേന്നൊക്കെ ഓർത്ത് അമ്മക്കും മുത്തശ്ശിക്കൊക്കെ സംശയം ഉണ്ടാകില്ലേ? അപ്പോൾ അവരുടെ നടന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അതാ ഞാൻ പിന്നെ തന്നോട് നിർബന്ധിച്ചും കൊണ്ട് വരാൻ പറഞ്ഞത്. അല്ലെങ്കിൽ താൻ അവിടെ നിൽക്കുന്നതിന് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. അമ്മയുടെ ഈ അവസ്ഥയിൽ മകളല്ലേ കൂടെ ഉണ്ടാവേണ്ടത്. അങ്ങനെ പറഞ്ഞ് വരുൺ നടക്കുവാണ് കേട്ടോ. അത് കേട്ട് സംശയത്തോടെ രാധിക വരുണിനോട് അതിനെക്കുറിച്ച് ചോദിക്കാനായിട്ട് അരികിലേക്ക് ഓടിയെത്തുമായിരിക്കും. ഈ സമയത്തായിരിക്കോട്ടോ ജയഭാരതി അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ മുത്തശ്ശീനെ കാണുന്നതും രാധിക വരുണും കൂടി സന്തോഷത്തോടെ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുക. എന്തു പറ്റി ഇത്രയും വൈകിയത്? അന്നേരം വരുൺ പറയണേ, എൻ്റെ മുത്തശ്ശി ഇയാളുടെ പാട്ട് കേട്ടിട്ട് അവിടെയുള്ള എല്ലാവരും അങ്ങ് ഇയാളുടെ ആരാധകരായി മാറുമായിരുന്നു. എല്ലാവരും അതിനെക്കുറിച്ചുള്ള വർണ്ണനയും പുകഴ്ത്തലും ഒക്കെ ആയിരുന്നു. അത്രയ്ക്ക് ഗംഭീരമായിരുന്നില്ലേ പാട്ടൊക്കെ?
പിന്നെ ഞങ്ങൾ അതിൻ്റെ സന്തോഷത്തിൽ കുറച്ച് സ്ഥലത്ത് കറങ്ങുകയും ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കയറി കാണുകയും ചെയ്തിട്ടാണ് വന്നത്. അന്നേരം മുത്തശ്ശി സന്തോഷം കൊണ്ട് രാധികയെ കെട്ടിപ്പിടിക്കുകയും നെറ്റിലൊരു മോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുത്തശ്ശിക്ക് അറിയായിരുന്നു മോള് നല്ല ഭംഗിയായിട്ട് തന്നെ പാടുമെന്ന്. അല്ല, പാടാൻ കയറിയ സമയത്ത് എരിവിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് വല്ല അസ്വസ്ഥത വല്ലതും ഉണ്ടായോ? ആദ്യം കുറച്ച് അസ്വസ്ഥത ഉണ്ടായെങ്കിലും പിന്നെ പാടാൻ നേരം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചങ്ങ് പാടി. പിന്നെ ഒന്നും തോന്നിയില്ല. അന്നേരം മുത്തശ്ശി പറഞ്ഞേ, ഇവിടെ ചില പുകിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ ഇവിടെ വേദന എടുത്ത് വയറും നെഞ്ചൊക്കെ കത്തി നടക്കുവാണ്. അതെന്താ സംഭവം മുത്തശ്ശി എന്ന് അവരോട് ചോദിക്കുക. അന്നേരം മുത്തശ്ശി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. സുകുമാരിക്കും കൽപ്പനക്കും ഉർവശിക്കുമൊക്കെ മുത്തശ്ശി കൊടുത്ത 8ൻ്റെ പണിയെക്കുറിച്ച് അവരോട് പറയുവാണ് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് രണ്ടുപേർക്കും സന്തോഷമാകുവാണ്. രണ്ടുപേർക്കും ആ കാഴ്ചയിൽ നിന്ന് നേരി കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പരാതി പറയുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി പറയണേ, കുറച്ചു നേരം മുമ്പ് വരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ വാർഡ് പോലെയായിരുന്നു ഈ വീട്. ഒരു മുറിയിൽ നിന്ന് കൽപ്പനയുടെ കരച്ചിൽ, പിന്നെ ഒരു മുറിയിൽ നിന്ന് ഉർവശിയുടേത്. ഇതിനും മേലെയായിരുന്നു സുകുമാരിയമ്മയുടെ കരച്ചിലും. ഇനിയും എൻ്റെ കൊച്ചുങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായാലേ ഇതുപോലെയുള്ള പണികൾ ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കും. അന്നേരം രാധിക പറഞ്ഞേ, മുത്തശ്ശി നല്ല ഫോമിലാണല്ലോ. പിന്നല്ലാതെ എൻ്റെ മക്കളെ ഉപദ്രവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറ്റം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതൊന്നും ഈ ജയഭാരതി അമ്മ വെച്ച് പറപ്പിക്കില്ല. അന്നേരം പറഞ്ഞേ, എന്താണെങ്കിലും നമുക്ക് അകത്ത് ചെന്ന് ലൈവായിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാം. അങ്ങനെ പറഞ്ഞ് അവരകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പാവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ ഇരിക്കുന്ന ബെഞ്ചമിനെയാണ് കേട്ടോ. അരികിൽ ഗൗതമും സിയാജിത്തും ഒക്കെ ഉണ്ടാകും. അങ്ങനെ അവർ രണ്ടാളും എന്തൊക്കെയായിരുന്നു എൻ്റെ പറച്ചിൽ എന്നുള്ള മട്ടിൽ ബെഞ്ചമിനെ ഒരു പുച്ഛത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്